ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുൻപ് നമ്മുടെ ചാനലിൽ ഗൂഗിൾ ക്ലാസ് റൂമിനെ പറ്റിയൊരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു. ഗൂഗിൾ ക്ലാസ് റൂം ഉപയോഗിച്ചിട്ട് എങ്ങനെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ. അതെന്നാൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്നായിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഗൂഗിൾ ക്ലാസ് റൂം ഉപയോഗിച്ചിട്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാം, അതുപോലെ ക്ലാസ്സിനകത്ത് ഒരു സ്റ്റുഡൻറ്റ് എന്ന നിലയ്ക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുമാണ് പറഞ്ഞിരുന്നത്. അതിന് മുമ്പായിട്ട് ഗൂഗിൾ ക്ലാസ് റൂം എന്താണെന്ന് അറിയാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുതരാം. ഗൂഗിൾ ക്ലാസ് റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒരുമിച്ച് ചേർക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, അതാണ് ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ അധ്യാപകർക്ക് കുട്ടികൾക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസ് അയച്ചു കൊടുക്കാം, അവർക്ക് ഓൺലൈൻ എക്സാമുകൾ കുട്ടികളെ വെച്ച് സംഘടിപ്പിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ പഠന സംബന്ധമായ മറ്റ് സംശയങ്ങൾ വിദ്യാർത്ഥികൾക്ക് അധ്യാപകരുമായി ചോദിക്കാം, അധ്യാപകർക്ക് അതിന് മറുപടി നൽകാൻ സാധിക്കും. തുടങ്ങിയ ഒരു ക്ലാസ് മുറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത്, എന്തൊക്കെ സ്റ്റഡി മെറ്റീരിയലാണോ പരസ്പരം അങ്ങോട്ട് കൈമാറുന്നത്, തുടങ്ങിയവയെല്ലാം ചെയ്യാൻ സാധിക്കുന്ന, എല്ലാം ഒരു കുടക്കീഴിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്നത്. നിലവിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ച് ക്ലാസ്സുകൾ ലൈവ് ക്ലാസ് എടുക്കും. അതിനുശേഷം ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകളും നോട്ടുകളുമൊക്കെ അധ്യാപകർ വാട്സാപ്പിനകത്തോ അതുപോലെ ഏതെങ്കിലും ഒരു ചാറ്റിംഗ് ആപ്ലിക്കേഷനകത്തേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ പേരും വാട്സാപ്പ് ഗ്രൂപ്പുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പിനകത്തേക്ക് പഠന സംബന്ധമായ നോട്ടുകളും മറ്റുമൊക്കെ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അയച്ചു കൊടുക്കുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള മെത്തേഡ് ആണെന്ന് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽ വാട്സാപ്പിൻ്റെ ഡേറ്റ അഥവാ ക്ലിയർ ആയി പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു എററൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നോട്ടുകളും മറ്റ് ഡേറ്റയും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് ഇത്തരത്തിൽ പഠന സംബന്ധമായ നോട്ടുകളും PDF-കളും സ്റ്റഡി മെറ്റീരിയലുകളും ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുന്ന പേടി വേണ്ട. സ്റ്റുഡൻസിന് അത് കൃത്യമായി അടുക്കും ചിട്ടയോടും കൂടി ഫയലുകൾ കാണാൻ സാധിക്കും. വാട്സാപ്പിനകത്ത് ഒട്ടനവധി ഗ്രൂപ്പുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ ഫയലുകളെല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞ് ഒരു വല്ലാത്ത രൂപത്തിലായിരിക്കും കിടക്കുക. എന്നാൽ ഇവിടെ ഒരു പഠന സംബന്ധമായ കാര്യങ്ങൾ മാത്രം വരുന്ന ഒരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു സിസ്റ്റമാറ്റിക്കായുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ഒരു അടുക്കും ചിട്ടയോടും കൂടി അധ്യാപകർക്കും അത് കൂടുതൽ സൗകര്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും, വിദ്യാർത്ഥികൾക്കും കൂടുതൽ സൗകര്യം അതായിരിക്കും. അസൈൻമെൻറ്റുകൾ നൽകാൻ സാധിക്കും, പ്രോജക്റ്റ് വർക്കുകൾ നൽകാൻ സാധിക്കും, വിദ്യാർത്ഥികൾ ചെയ്യുന്ന അസൈൻമെൻറ്റുകളും പ്രോജക്റ്റ് വർക്കും ഒക്കെ കൃത്യമായ രീതിയിൽ കളക്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. തുടങ്ങി ഒട്ടനവധി സംവിധാനങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂം നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്സാപ്പിനകത്തേക്ക് ഇത്തരം ഡാറ്റ അയക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള പ്രോപ്പറായിട്ടുള്ള മെത്തേഡുകൾ നമുക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ 2 ഭാഗങ്ങളായിട്ടാണ്. ഒന്നാമത്തെ ഭാഗത്ത് അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എങ്ങനെ ഒരു ഗൂഗിൾ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാം, അതിനകത്ത് എങ്ങനെ വിദ്യാർത്ഥികളെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ട്. ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ എങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് ഈ അധ്യാപകൻ അയച്ചു കൊടുക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഒരു ഇൻവിറ്റേഷൻ കോഡ് ഉപയോഗിച്ച് ഈ ഒരു ഗൂഗിൾ ക്ലാസ് റൂമിനകത്തേക്ക് ജോയിൻ ചെയ്യാം, അതിനുശേഷം ഈ ഒരു വിദ്യാർത്ഥി എങ്ങനെ അധ്യാപകൻ നൽകിയിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയലുകൾ ആക്സസ് ചെയ്യാം, അതെങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം, അതുപോലെ അധ്യാപകൻ നൽകുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരങ്ങൾ അയച്ചു കൊടുക്കാം, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്ങനെ അധ്യാപകനുമായി ചോദിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. നിങ്ങളുടെ കൈവശമുള്ള എന്തെങ്കിലും ഒരു നോട്ടോ ചിത്രമോ ഒക്കെ അധ്യാപകൻ എങ്ങനെ അയച്ചു കൊടുക്കാം മുതലായ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ലാസ്റ്റ് വരെ കാണുക. നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ എല്ലാത്തിൻ്റെയും ഗ്രൂപ്പിലേക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക, ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റ് ടീച്ചേഴ്സിനും കൂടി ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം. ഇതിനുവേണ്ടി ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക, അവിടെ ഗൂഗിൾ ക്ലാസ് റൂം എന്ന് സെർച്ച് ചെയ്യുക. തുടർന്ന് വരുന്ന ആപ്ലിക്കേഷൻ ഫോണിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഇതിനകത്തേക്ക് സൈൻ ചെയ്യാനായിട്ടുള്ള ഒരു പേജ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇമെയിൽ അക്കൗണ്ട് ഇതിനകത്തേക്ക് സൈൻ ചെയ്യാം. നമ്മൾ സ്ഥിരമായിട്ട് ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കാനും ഗൂഗിൾ ക്ലാസ് എടുക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ മെയിൽ ID ഈ ഒരു ആപ്ലിക്കേഷനകത്ത് സൈൻ ചെയ്യുക. ഞാൻ ഇവിടെ എൻ്റെ ഒരു മെയിൽ ID ഇവിടെ സൈൻ ചെയ്യുകയാണ്. ശേഷം ഓക്കെ കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഒരു പ്ലസ് ഐക്കണും കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ക്ലാസ് എന്നുണ്ട്, ജോയിൻ ക്ലാസ് എന്നും കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്, അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ക്ലാസ് ആണ് കൊടുക്കുന്നത്. ശേഷം നിങ്ങളുടെ ക്ലാസ്സിൻ്റെ പേര് കൊടുക്കുക. ഇവിടെ തൽക്കാലം സ്റ്റാൻഡേർഡ് 10 എന്ന് കൊടുക്കുന്നു. ഇവിടെ സെക്ഷൻ കൊടുക്കുന്നു. അതിനുശേഷം റൂം അവിടെ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. സബ്ജക്റ്റ് ഞാനിവിടെ ഇംഗ്ലീഷ് കൊടുക്കുന്നു. ശേഷം ക്രിയേറ്റ് എന്ന് കൊടുക്കുന്നു. 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഗിൾ ക്ലാസ് റൂമാണ് ഞാൻ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ഇപ്പോൾ മെയിൻ സ്ക്രീൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക്
പീപ്പിൾ എന്നുള്ള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് വേറെ ടീച്ചേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന മറ്റ് അധ്യാപകരെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതിനുവേണ്ടി ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അധ്യാപകൻ്റെ ഇമെയിൽ അക്കൗണ്ട് അവിടെ കൊടുത്ത ശേഷം ഇൻവൈറ്റ് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ലിങ്ക് കോപ്പി ചെയ്യാം. ഈ കോപ്പി ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ലിങ്ക് കോപ്പി ചെയ്തെടുക്കാം. അതിനുശേഷം അത് മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കും. അപ്പോൾ ഇവിടെ അധ്യാപകൻ്റെ ഇമെയിൽ ID ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമുക്ക് ഇൻവിറ്റേഷൻ അയക്കാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് അവർക്കുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ലിങ്ക് ഉണ്ട്, ക്ലാസ് ഇൻവിറ്റേഷൻ ലിങ്ക് ഉണ്ട്. അത് അവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്തിട്ട് നമുക്ക് വാട്സാപ്പ് മുഖേനയോ ഏത് മുഖേനയാണെങ്കിലും നമുക്ക് അവിടെ നിന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ടീച്ചേഴ്സിനെ അവിടെ ആഡ് ചെയ്യാം. അതുപോലെ നമുക്ക് സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യാൻ ആ ഒരു പ്ലസ് ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റുഡൻറ്റിൻ്റെ ഇമെയിൽ ID ടൈപ്പ് ചെയ്തിട്ട് അത് നമുക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ലിങ്ക് അയച്ചു കൊടുക്കാം. സ്റ്റുഡൻസിൻ്റെത് ഏറ്റവും ഉചിതമായ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അവരുടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ മറ്റാർക്കെങ്കിലും ഈ ഒരു ലിങ്ക് കൊടുത്ത് ലിങ്ക് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് മാക്സിമം ലിങ്ക് കൊടുക്കാറുണ്ട്. അവരുടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് ഇവിടുത്തെ ആഡ് ചെയ്യുക. അവരുടെ മെയിൽ ബോക്സിലേക്ക് ഒരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടായിരിക്കും, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവരത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഇതിനകത്തേക്ക് ജോയിൻ ആവുന്നതായിരിക്കും. അങ്ങനെയാണ് നമുക്ക് സ്റ്റുഡൻസിനകത്തേക്ക് ജോയിൻ ചെയ്യുന്നത്. ഇനി ഇതിനകത്തുള്ള മറ്റ് സംവിധാനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. മുകൾ വശത്തെ ആ ഒരു 3 ലൈൻസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ആ ഒരു ക്ലാസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷെയർ വിത്ത് യുവർ ക്ലാസ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റുഡൻസിൻ്റെ മൊത്തത്തിൽ നമുക്ക് എന്തെങ്കിലും അറിയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. അതുപോലെ ഇവിടെ അറ്റാച്ച്മെൻറ്റുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ശേഷം സെൻഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാ സ്റ്റുഡൻസിൻ്റെ ക്ലാസ് റൂം ആപ്ലിക്കേഷൻ്റെ അടുത്തേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ ഇവിടെ താഴെയായിട്ട് ക്ലാസ് വർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അസൈൻമെൻറ്റുകൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അസൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അസൈൻമെൻറ്റ് ടൈറ്റിൽ ഡിസ്ക്രിപ്ഷനൊക്കെ ആഡ് ചെയ്യാം. അതുപോലെ അറ്റാച്ച്മെൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ശേഷം സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമുക്ക് അസൈൻമെൻറ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ, അതുപോലെ സ്റ്റഡി മെറ്റീരിയലുകൾ നമുക്ക് ഇതിനകത്തേക്ക് സ്റ്റുഡൻസിന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. ഇവിടെ ഈ മെറ്റീരിയൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ശേഷം ടൈറ്റിൽ എന്ന ഭാഗത്ത് ടൈറ്റിൽ ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണെന്നുള്ളത് കൊടുക്കുക. ഇതിൽ കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നോട്ടെന്ന് കൊടുക്കുകയാണ്. ശേഷം ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ഏതെങ്കിലും ടോപ്പിക്കിന് സ്പെസിഫൈ ചെയ്താണെങ്കിൽ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശം ഒരു സ്റ്റഡി മെറ്റീരിയലിൻ്റെ PDF ഫയലോ അല്ലെങ്കിൽ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ എഴുതിയ നോട്ടിൻ്റെ ഫോട്ടോകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഒരു അറ്റാച്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ നിന്ന് ഫയൽ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ന്യൂ PDF നമുക്കിവിടെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിവിടെ അപ്ലോഡ് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്ത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്ന ഫയലുകൾ, ചിത്രങ്ങളോ അല്ലെങ്കിൽ ഫോട്ടോകളോ വീഡിയോകളോ PDF ഫയലുകളോ ഒക്കെ നമുക്കിവിടെ അപ്ലോഡ് ഫയൽ എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ ഒരു ലിങ്ക് ആണ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതവിടെ ആഡ് ചെയ്യാം. നിങ്ങളുടെ ഡ്രൈവിൽ കിടക്കുന്ന ഒരു ഫയൽ നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ നിന്നും ആഡ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഇവിടെ നമുക്കുണ്ട്. കുട്ടികൾക്ക് സ്റ്റഡി മെറ്റീരിയലുകളൊക്കെ വാട്സാപ്പ് വഴിയാണ് എല്ലാവരും അയച്ചു കൊടുക്കുന്നത്. അതൊരു പ്രോപ്പർ വേ ആണെന്ന് തോന്നുന്നില്ല. ഗൂഗിൾ ക്ലാസ് റൂം മുഖേന അയച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഒഫീഷ്യൽ വേയിൽ കൊടുത്തിട്ട് നമുക്കത് കൈകാര്യം ചെയ്യാൻ സാധിക്കും. വാട്സാപ്പിലേക്ക് അയച്ചു കൊടുക്കും. വാട്സാപ്പിൻ്റെ ഡാറ്റ ക്ലിയർ ആയി പോകുന്ന സമയത്തൊക്കെ ഈ നോട്ട് ഫുള്ള് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്താകുമ്പോൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്താൽ കൂടി പിന്നീട് റീഇൻസ്റ്റാൾ ചെയ്ത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പഴയ ഡാറ്റ എല്ലാം തിരികെ കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സേഫ് മെത്തേഡാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റുകൾ എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഇതിനകത്ത് ഒരു ലിങ്ക് വേണമെങ്കിൽ നമുക്കിവിടെ നമുക്ക് ഗൂഗിൾ മീറ്റ് വെച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്കൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന നോട്ട്സിന് സ്റ്റുഡൻസിന് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ അയച്ച ആ ഒരു മെസ്സേജിൻ്റെ താഴെ സ്റ്റുഡൻസിന് ഇതുപോലെ ഇങ്ങനെ മെസ്സേജ് ടൈപ്പ് ചെയ്യാം, അത് കമൻറ്റായിട്ട് നൽകാം. അതായത് ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റുഡൻസിന് അവിടെ ചോദിക്കാൻ സാധിക്കും, നമുക്ക് അവിടെ നിന്ന് റിപ്ലൈ കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിനകത്ത് നമുക്ക് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യേണ്ടതായിട്ടില്ല. ഇവിടെ ടൈറ്റിലും അതുപോലെ ബാക്കി സബ്ജക്റ്റിൻ്റെ പേരും ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ഇൻവിറ്റേഷൻ ലിങ്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ലിങ്ക് നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്തിട്ട് നമുക്ക് ആളുകൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. പിന്നെ നമുക്കിവിടെ മീറ്റ് ഉപയോഗിച്ച് ക്ലാസ് എടുക്കുന്ന ആളാണെങ്കിൽ മീറ്റിൻ്റെ വീഡിയോ ലിങ്ക് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ശേഷം സേവ് ചെയ്യാം. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റുഡൻസിൻ്റെ സെക്ഷൻ കൂടി ഒന്ന് പരിശോധിക്കാം. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് നോക്കാം. അത് തൊട്ടടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിലായി കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷനായി പോകും. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം.